നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഒരു പാവപ്പെട്ട കൊച്ചിനെ ചവിട്ടി തലയിട്ട് ഇതൊക്കെ മനുഷ്യത്തിലെങ്ങനെ ഡോക്ടർമാർ അടിച്ചാൽ അടി കൊള്ളണം, അവര് തൊഴിച്ചാൽ അത് കൊള്ളണം. ഒരു 3 ദിവസത്തെ സാവകാശം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ദിവസം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നാണ്. വലിയകുന്ന് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് ചികിത്സ നിഷേധിക്കുകയും കുട്ടിയുടെ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആശുപത്രിക്കുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ ഒടുവിൽ പോലീസ് തടയുകയാണ് ഉണ്ടായത്. തുടർന്ന് സൂപ്രണ്ടുമായി BJP നേതാക്കൾ ചർച്ച നടത്തി. സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് P. സുധീർ DMOയുമായി ഫോണിൽ സംസാരിച്ചു. ഇത്രയും മനുഷ്യരഹിതമായ ഒരു കാര്യം ഇവിടെ ഉണ്ടായ സമയത്ത് അത് നടപടിക്ക് ശുപാർശ കൊടുക്കണം. നടപടി ഉണ്ടാവും, എപ്പോൾ ഉണ്ടാവും, ഇത് ഞങ്ങൾക്ക് ഉറപ്പ് വേണം. നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന് സംഭവം നടത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കണം. അവർ മേലെ കൊടുത്ത് എത്രയും നേരം നടപടി കൊടുക്കുമെന്നാണ് ഇപ്പോൾ ഇതിന് പറഞ്ഞത്, DMO പറഞ്ഞത്. അത് ന്യായീകരിക്കുന്ന ഇന്നലെ അത് നടത്തിക്കൊണ്ട് 130% ആ കുട്ടിയുടെ അച്ഛനെ അടിച്ചല്ലോ. ഞങ്ങളിത് കോടതി പോകും, ഞങ്ങളിത് കോടതി പോകും. നിങ്ങൾക്ക് ഉൾപ്പെടെ നടപടി ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ വെറുതെ പറയണല്ല. ഇതുപോലെ നിങ്ങളെ സംരക്ഷിച്ച ആൾക്കാർ കാണും, നോക്കും, പരമാവധി നോക്കും, വേണം അതിനടുത്ത്. ഇതിപ്പോ ഇവര് പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ നടപടി ഉണ്ടാവും, അതിന് ചട്ടത്തിൽ നടപടി ഉണ്ടാവും. 3 ദിവസം ഞങ്ങൾ നോക്കും. ഔദ്യോഗികമായി തന്നെ മേഡത്തിനോട് പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ വേണം മറ്റു പരിപാടികളോട് ഞങ്ങൾ പോകും. ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുവീഴ്ചയില്ല, നടപടി ഉണ്ടാവും. ഒരു പാവപ്പെട്ട കൊച്ചിനെ ചവിട്ടി തലയിട്ട് ഇതൊക്കെ മനുഷ്യത്തിലെങ്ങനെ നടപടി ഉണ്ടായേ പറ്റും. ഡോക്ടർമാർ അടിച്ചാൽ അടി കൊള്ളണം, അവര് തൊഴിച്ചാൽ അത് കൊള്ളണം. ഇവിടെ എല്ലാത്തിനും അവർക്കുള്ള ആവശ്യം ഇവിടെ പ്രൈവറ്റ് പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിന് അവിടെ വരുമ്പോഴത്തേക്ക് 1000-2000 രൂപ അവർക്ക് പൈസ അവിടെ കൊടുക്കുന്നവരെ മാത്രമാണ് ഇപ്പോൾ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാമെന്ന DMO അറിയിക്കുകയാണ് ഉണ്ടായത്. 3 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അഡ്വക്കേറ്റ് P. സുധീർ അറിയിച്ചു. ഇപ്പോൾ സൂപ്രണ്ടുമായി ചർച്ച നടത്തി, DMO ആയിട്ട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കുട്ടിയെ മർദ്ദിച്ച ഡോക്ടർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് DMO ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു 3 ദിവസത്തെ സാവകാശം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ദിവസം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നാണ് സൂപ്രണ്ടും DMOയും BJP നേതാക്കന്മാർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതങ്ങനെ നടന്നില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ ഈ ഡോക്ടറുടെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടാകും. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.